സിപിഎമ്മിനുള്ളിൽ വിഭാഗീയത ഉണ്ടെന്ന് തുറന്ന് സമ്മതിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഭാഗീയത എവിടെയൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ആവർത്തിച്ചാൽ നടപടി എടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ തുറന്നു പറച്ചിൽ. വിവാദങ്ങൾക്കിടെ സിപിഎം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും. സിപിഎമ്മിനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വിമർശനങ്ങൾ ശക്തമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പിണറായി വിജയന്റെ താക്കീത്. വിഭാഗീയത അവസാനിച്ചിട്ടില്ലെന്നും തിരുത്താൻ നിർദ്ദേശം നൽകിയിട്ടും തിരുത്തിയില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് പൊതുചർച്ചയ്ക്കുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ ശൈലി പലപ്പോഴും അവമതിപ്പുണ്ടാക്കിയെന്ന് അംഗങ്ങൾ വിമർശിച്ചിരുന്നു. സിപിഎം മന്ത്രിമാരുടെ പ്രവർത്തനത്തിലും രൂക്ഷ വിമർശനമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ താക്കീത് എന്നത് ശ്രദ്ധേയമാണ്. ഇ.പി. ജയരാജനെയും പി ദിവ്യയെയും പേരെടുത്തു പറഞ്ഞ് മുഖ്യമന്ത്രി വിമർശിച്ചത് ഈ ഘട്ടത്തിൽ പൊതുസ്വീകാര്യത വരുത്താനാണെന്ന വിലയിരുത്തലുമുണ്ട്. മലബാറിലെ അമിത ന്യൂനപക്ഷ പ്രീണനം പാർട്ടിക്ക് തിരിച്ചടിയായി എന്നും ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നിരുന്നു. അമിത ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയാകുന്നുവെന്നും വടകരയിൽ ഭൂരിപക്ഷ വോട്ടുകൾ ചോർന്നത് ഗൗരവത്തോടെ കാണണമെന്നും ഒരു വിഭാഗം വാദിച്ചു. PSC കോഴ വിവാദവും കെ രമ MLA മകന്റെ കല്യാണത്തിന് സ്പീക്കർ AN ഷംസീർ പങ്കെടുത്തതും വിമർശനങ്ങൾക്ക് കാരണമായി. 16 ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് 41 പേരാണ് പൊതുചർച്ചയിൽ പങ്കെടുത്തത്. വരും ദിവസങ്ങളിൽ സിപിഎമ്മിനുള്ളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന വിമർശനങ്ങളും വിലയിരുത്തലുമാണ് സമ്മേളനത്തിലുടനീളം നിറഞ്ഞു നിന്നത്. ജനം, കോഴിക്കോട്.